സ്കെച്ചപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കുകയാണ്. അപ്പം ഈ ഫയലാണ് സ്കെച്ചപ്പിൻ്റെ ഫയൽ. ഇത് ഒരു റാ ഫയൽ എന്നുള്ള ലെവലാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണും എക്സ്ട്രാക്ട് ഫയൽ, കണ്ടില്ലേ? വിൻറാർ എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ? ഇവിടെ എക്സ്ട്രാക്ട് ഫയൽ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോൾഡറിൽ നമുക്ക് ആ ഫയൽ കിട്ടും. ഇതിൽ കണ്ടില്ലേ സ്കെച്ചപ്പ് പ്രോ 2022 എന്നുള്ള കണ്ടില്ലേ? ഇത് കയറി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ബ്ലൂ കളറിൽ നമുക്ക് കാണാം എന്താ സ്കെച്ചപ്പ് പ്രോ ഫുൾ 2022 അല്ലേ. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിലിങ്ങനെ ഒരു ഫേസ് വരുമ്പോൾ യെസ് അടിക്കുക. യെസ് വരുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവും. സ്കെച്ചപ്പിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവും. ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ഫുള്ളായിട്ടില്ല, ജസ്റ്റ് ഇവിടെ താണ്ടല്ലേ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിട്ട് ഫിനിഷ് അടിക്കാം. എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇതിൻ്റെ ക്രാക്ക്ഡ് വേർഷനാണ്. അപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ വിൻഡോസ് കണ്ടല്ലോ, ഈ വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് കയറിയിട്ട് മാനേജ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ഇതൊക്കെ ഓണായി കിടക്കുന്നുണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യും, എല്ലതും ഓഫ് ആക്കണം. എന്താ വെച്ചാൽ നമ്മളിത് ക്രാക്ക്ഡ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ക്രാക്ക് ഫയൽ ഇത് ഈ വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ആയി പോകും. അപ്പം അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ചെയ്ത് വെക്കണം. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ വരുന്നത് ഈ പാച്ച് എന്നുള്ള ഇത്, അതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ അടിക്കുക. കണ്ടോ? അപ്പോൾ നമുക്കൊരു ഫോൾഡർ വന്നു. ഇതിലുള്ള ഈ പാച്ച് എന്നുള്ള ഇത് കണ്ടോ? ഇത് നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാവും. നമുക്കിവിടെ സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടല്ലേ സ്കെച്ചപ്പിൻ്റെ ലോഗോ ഉള്ള സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അപ്പം ഈ സ്കെച്ചപ്പ് 2022 ഉണ്ടോ, പ്രോ 2022 ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കാണാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ കോപ്പി എടുത്ത ഫയൽ നമ്മളിതിൽ പേസ്റ്റ് ചെയ്യും. അപ്പം പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് സ്കെച്ചപ്പ് തുറന്ന് നോക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ട് ഇതിൽ ജസ്റ്റ് ടിക്ക് ഇട്ടിട്ട് കണ്ടിന്യൂ അടിക്കാം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, ഇത് ഓപ്പൺ ആയി വരും. ഉണ്ടോ? ഇതിൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരു പാച്ച് ഇട്ടല്ലോ, അത് നമ്മൾ ഇട്ടത് പാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ലൊക്കേഷൻ കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത പാച്ച് അത് ഏതാണെന്ന് ജസ്റ്റ് നോക്കാം. അത് ഞാനിതിലേക്ക് ഉണ്ടോ ഈ പാച്ച് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതാ ഇവിടെ കാണാം പാച്ച്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, യെസ് അടിക്കുക. അപ്പോൾ കണ്ടോ അങ്ങനെ ഒരു ഫേസ് വരും. ഇതിൽ പാച്ച് അടിക്കുക, യെസ് അടിക്കുക. ഇത് ഈ ലേഔട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഓപ്പൺ അടിക്കുക, യെസ് അടിക്കുക. അതുപോലെ സ്കൈ ബിൽഡ് കണ്ടല്ലേ, ഇത് ജസ്റ്റ് ഓപ്പൺ അടിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ നമ്മൾ ആ പാച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നമുക്ക് സ്കെച്ചപ്പിൻ്റെ ഫയൽ വന്നു. ഇവിടെ അതിൽ ഇഞ്ചസ്, മീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് ഏത് വേണമെങ്കിലും ഇതൊന്ന് ചൂസ് ചെയ്യാം. ഞാൻ സെൻറ്റിമീറ്റർ ആണ് ക്ലിക്ക് ചെയ്തത്. കണ്ടോ നമുക്ക് പുതിയൊരു സ്കെച്ചപ്പിൻ്റെ പേജ് ഓപ്പൺ ആയി വന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ പ്ലഗിൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് എല്ലതും
ആഡ് ചെയ്യാണ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ടൂൾ ബാർ വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസിൽ കയറാം. വ്യൂസിൽ കയറിയിട്ട് ടൂൾ ബാർ കണ്ടല്ലേ, ടൂൾ ബാറിൽ ഇവിടെ ഉണ്ടാവും ലാർജ് ടൂൾ സെറ്റ് കണ്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സൈഡിൽ നമുക്ക് ആ ടൂൾ ബാർ വന്നു. ഇനി നമുക്ക് വേണ്ട അഡീഷണൽ പ്ലഗിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.